നമസ്കാരം. പശ്ചിമ ബംഗാളിലെ അക്രമികളെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് തങ്ങൾക്ക് നന്നായി അറിയാമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. കൊൽക്കത്തയിലെ പാർക്ക് സ്ട്രീറ്റിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും മതതീവ്ര ചിന്താഗതിക്കാരായ ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ പോലീസിന് നേരെ നടന്ന ആസൂത്രിതമായ കല്ലേറിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി തൃണമൂൽ ഭരണത്തിന്റെ തണലിൽ ബംഗാളിൽ തഴച്ചു വളർന്ന അരാജകത്വത്തിനും ജിഹാദി ആക്രമണങ്ങൾക്കും അന്ത്യം കുറിക്കാൻ BJP സർക്കാർ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളികളിലെ നിയമവിരുദ്ധമായ ലൗഡ് സ്പീക്കറുകൾ നിർത്തലാക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ പ്രകോപിതരായ ഒരു വിഭാഗം യുവാക്കൾ തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ തെരുവിലിറങ്ങി അക്രമം അഴിച്ചുവിടുകയായിരുന്നു. സമാധാനപരമായി ക്രമസമാധാനം നിലനിർത്താൻ ശ്രമിച്ച പോലീസിന് നേരെ ഇവർ ക്രൂരമായി കല്ലെറിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾ തെരുവിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒട്ടനവധി വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുകയും ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് അക്രമികൾ കരുതുന്നുണ്ട് എങ്കിൽ അത് BJP ഭരണത്തിൽ നടക്കില്ലെന്ന് സുവേന്ദു അധികാരി കടുത്ത ഭാഷയിൽ വ്യക്തമാക്കി. പൊതുമുതൽ നശിപ്പിക്കുകയും ക്രമസമാധാനം തകർക്കുകയും ചെയ്ത ഒരു അക്രമിയെ പോലും വെറുതെ വിടില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന പോലീസ്. അക്രമം നടന്ന പാർക്ക് സ്ട്രീറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ CCTV ക്യാമറകളും സൂക്ഷ്മമായി പരിശോധിച്ച് ആക്രമികളുടെ കൃത്യമായ വിവരങ്ങളും മുഖങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. മുഖം മൂടിയും അല്ലാതെയും കല്ലെറിഞ്ഞ ഓരോ ആക്രമിയുടെയും കൃത്യമായ വിലാസം കണ്ടെത്തി അവരുടെ വീടുകളിൽ അർദ്ധരാത്രിയിലും പുലർച്ചയിലുമായി കയറിയാണ് പോലീസ് നിലവിൽ പ്രതികളെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുക്കുന്നവർക്ക് ബംഗാളിൽ ഇനി ഒളിക്കാൻ ഒരിടവും ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പോലീസ് നൽകുന്നത്. 2019 കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം വകുപ്പ് നരേന്ദ്രമോദി സർക്കാർ എടുത്തുമാറ്റിയപ്പോൾ അവിടെയുള്ള ചില രാജ്യവിരുദ്ധ ശക്തികൾ യുവാക്കളെ മുൻനിർത്തി വലിയ തോതിൽ കല്ലേറ് സമരം സംഘടിപ്പിച്ചിരുന്നു. സൈന്യത്തിന് നേരെയും പോലീസിന് നേരെയും ദിനംപ്രതി കല്ലേറുകൾ നടന്നു. എന്നാൽ അമിത്ഷായുടെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയവും സൈന്യവും കടുത്ത നിലപാടുകളിലൂടെ ആ അക്രമങ്ങളെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. കല്ലേറുകാരെ അടിച്ചമർത്തുന്നതിനൊപ്പം തന്നെ കാശ്മീരിലെ യുവാക്കളെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാനും അവർക്ക് കൃത്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചു. വികസനവും കർശനമായ നിയമപാലനവും ഒരുമിച്ച് കൊണ്ടുപോയതിന്റെ ഫലമായി 2023ഓടെ കാശ്മീരിലെ കല്ലേറ് സംസ്കാരം പൂർണ്ണമായും ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഇന്ന് കാശ്മീരിൽ ടൂറിസവും സമാധാനവും മാത്രമാണുള്ളത്. ഇതേ മാതൃക തന്നെയാണ് ബംഗാളിൽ നടപ്പാക്കാൻ പോകുന്നതെന്ന് സുവേന്ദു അധികാരി ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ട് അക്രമികൾക്ക് കുടപിടിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ ഇനി വിലപ്പോകില്ല. കല്ലെടുക്കുന്നവരോടും ജിഹാദി മനസ്സോടെ രാജ്യവിരുദ്ധത കാണിക്കുന്നവരോടും ഈ സർക്കാരിന് ഒട്ടും ദാക്ഷിണ്യമുണ്ടാകില്ല. ഭരണം കൈയാളുന്ന ആദ്യ നാളുകളിൽ ഇത്തരം അനാശാസ്യ പ്രവണതകളെയും ആക്രമണങ്ങളെയും പൂർണ്ണമായും അടിച്ചമർത്തുക എന്നത് തന്നെയാണ് BJP സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. തെരുവ് ഗുണ്ടായിസത്തിലൂടെ സർക്കാരിനെ ഭയപ്പെടുത്താമെന്ന് ആരും മോഹിക്കേണ്ടതില്ല. ബംഗാളിന്റെ സമാധാനം തകർക്കുന്ന ശക്തികളെ വേരോടെ പിഴുതെറിയാൻ ബുൾഡോസർ ഉൾപ്പെടെയുള്ള കർശനമായ യോഗി മാതൃകയിലുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അക്രമികളെ കഠിനമായി ശിക്ഷിക്കുമ്പോൾ തന്നെ വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. മുൻകാല ഭരണാധികാരികൾ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി യുവാക്കളിൽ അസംതൃപ്തിയും വർഗീയ രോഷവും വളർത്തുകയായിരുന്നു. എന്നാൽ BJP സർക്കാർ ബംഗാളിന്റെ വ്യാവസായിക പുരോഗതിക്കും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മുൻഗണന നൽകും. യുവാക്കൾക്ക് മികച്ച ജോലിയും നല്ല ജീവിത സാഹചര്യങ്ങളും ഒരുക്കുന്നതിലൂടെ അവരുടെ ഉള്ളിലെ രോഷമില്ലാതാക്കാനും അവരെ നാടിന്റെ വികസന പങ്കാളിയാക്കാനും സാധിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. അക്രമികൾക്ക് ജയിലും അധ്വാനിക്കാൻ തയ്യാറുള്ള യുവാക്കൾക്ക് തൊഴിൽ നൽകി ബംഗാളിനെ സോനാ ബംഗ്ലായായി തിരിച്ചുപിടിക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് BJP നേതൃത്വം. മുൻപ് ഭരിച്ച ഇടത് സർക്കാരുകളും തുടർന്ന് വന്ന തൃണമൂൽ കോൺഗ്രസും വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി അതിർത്തി കടന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റത്തിന് നേരെ കണ്ണടയ്ക്കുകയായിരുന്നു. ഇത്തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തണലിൽ സംസ്ഥാനത്ത് താവളമുറപ്പിച്ച തീവ്ര ചിന്താഗതിക്കാരായ ഗ്രൂപ്പുകളാണ് കൊൽക്കത്തയിലെ പാർക്ക് സ്ട്രീറ്റിൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കാനും പള്ളികളിലെ ലൗഡ് സ്പീക്കർ നിയന്ത്രണം പോലുള്ള കോടതി ഉത്തരവുകൾ നടപ്പിലാക്കാനും പോലീസ് തുനിയുമ്പോൾ അതിനെ ഒരു സമുദായത്തിന് നേരെ നടത്തുന്ന അതിക്രമമായി ചിത്രീകരിക്കുന്നത് ഇവിടുത്തെ സ്ഥിരം തന്ത്രം തന്നെയാണ്. എന്നാൽ അതിർത്തി സുരക്ഷയും ആഭ്യന്തര സുരക്ഷയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ നിരീക്ഷണവും ശക്തമായ ഇടപെടലുകളും ബംഗാളിൽ അനിവാര്യമായി മാറിക്കഴിഞ്ഞു. ഭാരതത്തിന്റെ 2 അതിരുകളിൽ കിടക്കുന്ന കേരളത്തിലും പശ്ചിമ ബംഗാളിലും സമാനമായ രാഷ്ട്രീയ പ്രവണതകൾ ദൃശ്യമാണെന്നത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടിയെടുത്തപ്പോഴും സമാനമായ രീതിയിൽ ഇവിടെ ചില പ്രാദേശിക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിരുന്നു. 2 സംസ്ഥാനങ്ങളിലും ഒരു ഇസ്ലാമിസ്റ്റ് വോട്ടുകൾ ലക്ഷ്യമിട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടങ്ങൾ പരോക്ഷമായി കുടപിടിക്കുന്നു എന്ന ആരോപണം BJP നിരന്തരം ഉയർത്തുന്നുമുണ്ട്. കോടതി വിധികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെ ഭയപ്പെടുത്താൻ നോക്കുന്ന രീതി കേരളത്തിലും ബംഗാളിലും ഒരുപോലെ കാണാം.
വോട്ട് ബാങ്ക് തകരുമെന്ന ഭയത്താൽ അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ മടിക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങളുടെ ശൈലിയാണ് കൊൽക്കത്തയിലെ അക്രമികൾക്ക് ഇത്രയും ധൈര്യം നൽകിയത്. അതുകൊണ്ട് തന്നെ കാശ്മീർ വിഘടനവാദികളെ അടിച്ചമർത്തിയതുപോലെ കർശനമായ കേന്ദ്ര നയങ്ങൾ ബംഗാളിലും കേരളത്തിലും ഒരുപോലെ നടപ്പിലാക്കേണ്ടതുണ്ടെന്ന ചിന്ത പ്രസക്തമാവുകയാണ്. ബംഗാളിലെ സാമ്പത്തിക അരാജകത്വത്തിന് പിന്നിലെ പ്രധാന വില്ലൻ അവിടെ നിലനിൽക്കുന്ന സിൻഡിക്കേറ്റ് രാജാണ്. കെട്ടിട നിർമ്മാണം, മണൽ ഖനനം, കൽക്കരിക്കടത്ത് തുടങ്ങിയ എല്ലാ മേഖലകളിലും തൃണമൂൽ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള അധോലോക സിൻഡിക്കേറ്റുകൾ സജീവമാണ്. നിയമവിരുദ്ധമായി നിർമ്മിക്കുന്ന വൻകിട കെട്ടിടങ്ങൾക്ക് പിന്നിൽ ഈ സിൻഡിക്കേറ്റുകളുടെ കള്ളപ്പണ നിക്ഷേപവുമുണ്ട്. ഇത്തരം അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ ബുൾഡോസർ നടപടികളിലേക്ക് പോലീസ് കടക്കുമ്പോൾ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ് തകരുമെന്ന ഭയത്താലാണ് പ്രാദേശിക ഭരണ നേതൃത്വം അണികളെ തെരുവിലിറക്കി അക്രമം അഴിച്ചുവിടുന്നത്. ഗുണ്ടായുസത്തിലൂടെ ഭരണം നിലനിർത്താമെന്ന തൃണമൂലിന്റെ അഹങ്കാരത്തിന് BJP ഭരണത്തിൽ അന്ത്യമുണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. വർഷങ്ങളായി കാശ്മീരിൽ ഹുറിയത്ത് കോൺഫറൻസ് പോലുള്ള സംഘടനകളുടെയും പാക് അനുകൂല ശക്തികളുടെയും ആഹ്വാന പ്രകാരം വൻതോതിൽ കല്ലേറ് സമരങ്ങൾ നടന്നിരുന്നു. സാധാരണക്കാരായ യുവാക്കൾക്ക് പണം നൽകി സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന ഒരു വലിയ മാഫിയ തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നു. കാശ്മീരിലെ വിഘടനവാദികൾക്ക് പാകിസ്ഥാനിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന ഹവാല പണത്തിന്റെ സ്രോതസ്സുകൾ NIA പൂർണ്ണമായും തകർത്തു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിയ ബുൾഡോസർ നീതി രാജ്യവ്യാപകമായി വലിയ ജനപ്രീതി നേടിയിട്ടുള്ള ഒന്നാണ്. മാഫിയകളുടെയും ആക്രമികളുടെയും നിയമവിരുദ്ധ സ്വത്തുക്കൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന ഈ രീതി ക്രിമിനലുകളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ പാർക്ക് സ്ട്രീറ്റ് ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ നിയമവിരുദ്ധ കെട്ടിടങ്ങളും സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുന്നവരിൽ നിന്ന് തന്നെ അതിന്റെ നഷ്ടം ഈടാക്കുക എന്ന UP മാതൃക ബംഗാളിൽ നടപ്പിലാക്കും. കല്ലെറിഞ്ഞ് ബസ്സുകളും പൊതുവാഹനങ്ങളും തകർത്ത അക്രമികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടി ലേലം ചെയ്യാനുള്ള നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇത് നടപ്പിലാക്കുന്നതോടെ തെരുവിൽ ആക്രമം കാണിക്കാൻ ഇറങ്ങുന്ന ഗുണ്ടകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും. മുൻപ് ഇടതുപക്ഷവും പിന്നീട് തൃണമൂൽ കോൺഗ്രസും ഭരിച്ചപ്പോൾ ബംഗാളിന് സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടി അവിടുത്തെ വ്യവസായങ്ങളുടെ തകർച്ചയാണ്. ടാറ്റയുടെ നാനോ കാർ പ്രോജക്റ്റ് തുരത്തി ഓടിച്ച മമതാ ബാനർജിയുടെ സമരം ബംഗാളിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർത്തു. പുതിയ തൊഴിലവസരങ്ങൾ ഇല്ലാതായതോടെ ബംഗാളിലെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായത്. തൊഴിലില്ലായ്മ സൃഷ്ടിച്ച നിരാശയാണ് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത്. യുവാക്കൾക്ക് കൃത്യമായ തൊഴിലോ ജോലിയോ വരുമാനമോ ഇല്ലാത്തതിനാൽ അവരെ എളുപ്പത്തിൽ വർഗീയ പ്രചാരണങ്ങളിലേക്കും തെരുവ് ആക്രമണങ്ങളിലേക്കും ആകർഷിക്കാൻ പ്രാദേശിക ജിഹാദി ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നു. ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ബംഗാളിൽ വൻതോതിൽ വ്യാവസായികവൽക്കരണം കൊണ്ടുവരുമെന്ന് BJP ഉറപ്പു നൽകുന്നു. IT പാർക്കുകൾ, നിർമ്മാണ മേഖലകൾ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ യുവാക്കളുടെ അസംതൃപ്തി പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഭാരതത്തിന്റെ സാംസ്കാരികവും വ്യാവസായികവുമായ തലസ്ഥാനമായിരുന്ന പശ്ചിമ ബംഗാൾ ഇന്ന് രാഷ്ട്രീയ ആക്രമണങ്ങളുടെയും ബോംബ് നിർമ്മാണശാലകളുടെയും കേന്ദ്രമായി മാറിയത് ദൗർഭാഗ്യകരമാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളായ ആയുഷ്മാൻ ഭാരത്, PM കിസാൻ സമ്മാൻ നിധി തുടങ്ങിയവ ബംഗാളിലെ ജനങ്ങൾക്ക് കൃത്യമായി എത്തിക്കാൻ മമത സർക്കാർ വിമുഖത കാണിച്ചിരുന്നു. കേന്ദ്ര പദ്ധതികൾക്ക് തങ്ങളുടെ പേരിട്ട് പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ BJP സർക്കാർ അധികാരത്തിലെത്തിയതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഡബിൾ എഞ്ചിൻ ഭാരതത്തിന്റെ ഗുണങ്ങൾ ബംഗാളിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അന്താരാഷ്ട്ര സൗകര്യ വികസനം, മികച്ച റോഡുകൾ, റെയിൽവേ നവീകരണം എന്നിവയിലൂടെ ബംഗാളിന്റെ മുഖച്ഛായ മാറും. വികസനം എല്ലാ കോണുകളിലും എത്തുമ്പോൾ തീവ്രവാദ ചിന്താഗതികൾക്കും അക്രമ രാഷ്ട്രീയത്തിനും ജനങ്ങൾ തന്നെ അന്ത്യം കുറിക്കും. ശ്യാമപ്രസാദ് മുഖർജിയുടെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും മണ്ണായ ബംഗാളിൽ സാംസ്കാരിക ദേശീയതയുടെ പുനരുജ്ജീവനമാണ് BJP ലക്ഷ്യമിടുന്നത്. വിഘടനവാദ ചിന്തകൾക്കും പ്രീണന രാഷ്ട്രീയത്തിനും പകരമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഭാരതീയത എന്ന വികാരത്തിന് കീഴിൽ അണിനിരത്താനാണ് ശ്രമം. കൊൽക്കത്ത പോലീസ് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഭരണകക്ഷി ഗുണ്ടകൾ അക്രമം കാണിക്കുമ്പോൾ കേസെടുക്കാൻ പോലും പോലീസിന് അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ BJP ഭരണത്തിൽ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. രാഷ്ട്രീയ ഇടപെടലുകളല്ലാതെ കുറ്റവാളികളെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നുണ്ട്. പാർക്ക് സ്ട്രീറ്റ് ആക്രമണത്തിൽ CCTV ദൃശ്യങ്ങൾ മുൻനിർത്തി പോലീസ് നടത്തുന്ന കൃത്യമായ നടപടികൾ ഇതിന് തെളിവാണ്. കുറ്റവാളികളുടെ കൃത്യമായ മുഖങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തിരിച്ചറിഞ്ഞ് അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവരെ വീടുകളിൽ കയറി പിടികൂടുന്നു. ഈ ആർജവമാണ് ഒരു മികച്ച ഭരണകൂടത്തിന് വേണ്ടത്. സുവേന്ദു അധികാരിയുടെ വാക്കുകൾ ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല.
അക്രമ രാഷ്ട്രീയവും ബോംബേറുകളും കല്ലേറുകളും കണ്ട് മടുത്ത ബംഗാൾ ജനത മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അക്രമികളോട് കർശനമായ നിലപാടും സാധാരണക്കാരോട് വികസനത്തിന്റെ കരുതലുമുള്ള ഒരു ഭരണമാണ് BJP കാഴ്ചവെക്കുന്നത്. കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ സാധിച്ച നരേന്ദ്രമോദി, അമിത്ഷാ കൂട്ടുകെട്ടിന്റെ നയങ്ങൾക്ക് പശ്ചിമ ബംഗാളിനെയും സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് രാജ്യം വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികളിലൂടെ അരാജകത്വവാദികളെ നിലയ്ക്ക് നിർത്തി ബംഗാളിനെ വീണ്ടും സോനാ ബംഗ്ല ആക്കി മാറ്റിയെടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുമെന്നതിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.